ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പൊന്നു മോളെ, ഡേവിസ് വന്നു കഴിഞ്ഞ രണ്ടുപേരുടെയും മനസ്സമ്മതം ഞാൻ അങ്ങ് നടത്തും. പിന്നെ അടങ്ങി ഒരുങ്ങി അവനൊപ്പം ജീവിച്ചോണം കേട്ടോ. നമ്മക്കൊരു ഡ്രൈവിന് പോയാലോ? സത്യം പറഞ്ഞ എന്നെ കൊല്ലും. ഓഫീസിൽ പോണെന്ന് പറഞ്ഞപ്പം എന്നെ തല്ലില്ലെന്നേ ഉള്ളൂ. ആ ആളുടെ അടുത്ത് ഇപ്പൊ ഈ അവസ്ഥയിൽ സർക്കിട്ടിന് പോവാന്ന് പറഞ്ഞാ അതിനാരാ അമ്മോട് പറയണേ? നമ്മൾ ഇവിടുന്ന് പോണ ആരെ അറിയിക്കായിരുന്ന പോരെ, പിന്നെന്താ കുഴപ്പം? അത് വേണ്ട വിഷ്ണുട്ടോ, പിന്നെ അറിഞ്ഞാ മോശ. ചേടാ, ഞാൻ എന്റെ സ്വന്തം ഭാര്യയും കൊണ്ടല്ലേ കറങ്ങാൻ പോണേ, അതിലൊരു കുഴപ്പം ഞാൻ കാണുന്നില്ല. അതെ വന്നേ പോവാ. വിഷ്ണുട്ടാ, അത് വേണോ? വേണം. ദേ, മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങളൊക്കെ അപ്പപ്പ ചെയ്തു തീർക്കണം. ഇല്ലെങ്കിലേ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ദുഃഖിക്കേണ്ടി വരും. അന്ന് നടക്കാതെ പോയ നല്ല നിമിഷങ്ങൾ ഓർത്ത് സങ്കടപ്പെടേണ്ടി വരും. അത് ശരി, എഴുന്നേക്കാൻ മടിയാണെങ്കിൽ എൻ്റെ ഒരു വഴിയുണ്ട്. എന്ത് വഴി? പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഒന്ന് എഴുന്നേറ്റ്, എഴുന്നേക്ക്. വാടിയുടെ വിഷ്ണുട്ട വേണ്ട. അയ്യോ വിഷ്ണുട്ട, അതെ, വെറുതെ ഇരുന്ന് നിന്നിട്ട് വെയിറ്റ് കൂടിണ്ടാ. ഇതിനും ഭേദം എനിക്ക് വെടിയേൽക്കണമായിരുന്നു. ശരി, കേറ് കേറ്. അമ്മേ, അതെ, ഇന്നത്തെ ഈ യാത്ര താൻ ഒരിക്കലും മറക്കില്ല. അതെന്താ അങ്ങനെ? ഈ യാത്ര അങ്ങനെയാ. ഇത് എനിക്കൊരു സർപ്രൈസ് ആയിരുന്ന യാത്രയാ. ശാലിനി വിഷ്ണു ജീപ്പിൽ പോവാണല്ലോ. ഇവരിത് എവിടെ പോന്നു? ഭാമേ, അവര് പോട്ടെ, അവര് ചുറ്റോട്ടെ, അവരുടെ പ്രായം അതല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്നങ്ങ് നടിക്കണം. ഇതേ ന്യൂജൻ കാലമാ. എന്നാലും അവരിത് എവിടെ പോവാ ഇപ്പോ? ദേ, ചുമ്മാ ഓരോന്ന് ആലോചിച്ച് നീ നിന്റെ BP കൂട്ടല്ലേ. അവര് ചെറുപ്പക്കാരാ. എത്ര നേരം വെച്ചാ ഇത് അടച്ചു കൂട്ടിയിരിക്കുന്നേ. ഒന്ന് കറങ്ങിട്ടൊക്കെ വരട്ട്. ഈ പിള്ളേരുടെ ഒരു കാര്യം പോകുമ്പോഴൊന്ന് പറഞ്ഞിട്ട് പോണ്ടായോ? ഇപ്പൊ കണ്ടതുകൊണ്ട് രക്ഷയായി, അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ച് നടക്കേണ്ടി വന്നേനെ. പിന്നെ വലിയ കഷ്ടം തന്നെ. പെട്ടെന്ന് പ്രഷർ കുറഞ്ഞു പോയതാ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, ഞങ്ങളുടെ അറിവിലില്ല. ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടി വരും. 1-2 മെഡിക്കൽ ചെക്കപ്പുകൾ നടത്താം. തൽക്കാലം ഇപ്പോ ഞാൻ തരുന്ന മെഡിസിൻ കൊടുത്താൽ മതി. ശരി ഡോക്ടർ. ഇന്ന് മരുന്ന് കഴിച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി. റെസ്റ്റ് എടുക്ക കേട്ടോ, ഭേദമായിക്കോളും. ശരി ശരി, ഓക്കെ ഡോക്ടർ. അമ്മച്ചി, വിടടി അവളെ.
നീ ഒറ്റ ഒരുത്തി കാരണമാ ഇവളിപ്പോ കട്ടിലേ കിടക്കേണ്ടി വന്നത്. പെറ്റ തള്ളെ അസുഖക്കാരിയാക്കി കട്ടിലേ കിടത്തിയപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. അതെങ്ങനെയാ? ഇവൾക്ക് നമ്മളാരും വേണ്ടല്ലോ. ജനിപ്പിച്ച അപ്പനെയും വേണ്ട, അമ്മച്ചിയും വേണ്ട, കൂടപ്പിറപ്പിനെയും വേണ്ട. അവൾക്കെല്ലാം ശിവനല്ലേ. നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി അവൻ ഇവളുടെ കൂട്ടത്തിൽ കൂടിയതാണെന്ന് ഇവള് മനസ്സിലാക്കുന്നില്ല അപ്പ. എവള് മനസ്സിലാക്കൂടാ. നമ്മൾ ആരെങ്കിലും ഒക്കെ ഇതുപോലെ പ്രഷർ അടിച്ചും തല കറങ്ങിയും ഇതുപോലെ വീണ് മരിക്കാൻ കിടക്കുമ്പോ അപ്പൊ പിന്നെ അവക്ക് ആരെയും പേടിക്കണ്ടല്ലോ. ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവുകയില്ല. എടാ ആന്റണി മോനെ, നീ ആ സൂസനെ ഒന്ന് വിളിക്ക്. എന്നിട്ട് ഡേവിസിനോട് ഇവിടം വരെ ഒന്ന് വരാൻ പറ. ശരിയാ, എന്തായാലും വാക്കാൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമല്ലേ. ഇനിയോ അതങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല. നമുക്ക് അത് എത്രയും പെട്ടെന്ന് നടത്താം. എന്റെ പൊന്നു മോളെ, ഡേവിസ് വന്നു കഴിഞ്ഞ രണ്ടുപേരുടെയും മനസ്സമ്മതം ഞാനങ്ങ് നടത്തും. പിന്നെ അടങ്ങി ഒരുങ്ങി അവനൊപ്പം ജീവിച്ചോണം കേട്ടോ. ഇല്ലെങ്കിൽ ഡേവിസിനെ അറിയാലോ നിനക്ക്. പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ കൊന്നു കൊലവിളി നടത്തിട്ട് വരുന്നവനാ ഡേവിസ്. അവന് ഈ ലോകത്ത് അവനെ പോലും ഇഷ്ടമല്ല. പക്ഷേ നിന്നെ അവന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ കാര്യം അറിഞ്ഞ അവനോട് പറന്നെത്തും. അവനിപ്പോ എവിടാ? ഹോങ്കോങ്ങിലോ മറ്റോ പോയെന്ന് ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞിരുന്നു. എന്തായാലും ആളിപ്പോ സ്ഥലത്തുണ്ട്. ഇങ്ങോട്ട് വരാൻ പറയാം ഞാൻ. അവൻ വരണം. അവനെ കൊണ്ടേ ഇവളുടെ ഉള്ളിലുള്ള ശിവനെ പുറത്തെടുക്കാൻ പറ്റൂ. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നൊക്കെ പറയാറില്ലേ? ശിവൻ മുള്ളാണെങ്കിൽ വരുന്ന ഡേവിസ് മുള്ളുമുരുക്കുക. ഏത് ഭാഗത്ത് തൊട്ടാലും ചോര പൊടിയും. ആ നമുക്കേ ഒരു തട്ടടിച്ചാലോ?